എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 187 ഒന്നാമത്തെ ചോദ്യമാണ് ചെയ്ത് നിർത്തിയത് അല്ലേ. അപ്പോൾ അതിന് നമ്മൾ നോക്കിയ ഒരു പാരലോഗ്രാമിന്റെ രണ്ട് വശങ്ങളുടെ നീളവും പിന്നെ നമുക്ക് ഏരിയയും തന്നു കഴിഞ്ഞാൽ അല്ലേ, രണ്ട് വശങ്ങളുടെ നീളവും ഏരിയയും തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു പാരലോഗ്രാം വരയ്ക്കുക എന്നതാണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, അത് നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ചോദ്യം നോക്കിയാൽ ഇവിടെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഡ്രോ എ പാരലോഗ്രാം വിത്ത് ഏരിയ 25 സ്ക്വയർ സെന്റിമീറ്റർ ആൻഡ് പെരിമീറ്റർ 24 സെന്റിമീറ്റർ. ഇപ്പം ഇവിടെ നമുക്ക് നോക്കിയ വശങ്ങളുടെ നീളം ഒന്നും തന്നിട്ടില്ല, പകരം ഏരിയ തന്നിട്ടുണ്ട്, അതായത് പരപ്പളവ് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ പെരിമീറ്റർ ചുറ്റളവ് നമുക്ക് തന്നിട്ടുണ്ട്. ഇത് ഉപയോഗിച്ചുകൊണ്ട് നാം എന്ത് ചെയ്യണം? ഇതേ അളവിലുള്ള ഒരു പാരലോഗ്രാം, ഒരു സമാന്തരികം നമുക്ക് വരയ്ക്കണം അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? നമുക്ക് ആദ്യം ഒരു റഫായിട്ട് എപ്പോഴും ഒരു റഫായിട്ടൊന്ന് വരച്ചു നോക്കാം. ഇതാണെന്ന് വിചാരിക്കുക നമുക്ക് വരയ്ക്കേണ്ട പാരലോഗ്രാം എങ്ങനെയാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇതിൻ്റെ ഏരിയ, വേറെ വശങ്ങൾ നീളമൊന്നും തന്നിട്ടില്ല, ഏരിയ നമുക്ക് തന്നിട്ടുണ്ടല്ലേ. അപ്പോൾ നമുക്ക് ഉടനടി എഴുതാം. ഏരിയ എത്രയാണ് തന്നിട്ടുണ്ട്? 25 അല്ലേ. 25 സ്ക്വയർ സെന്റിമീറ്റർ ആണ് ഏരിയ. അപ്പോൾ നമുക്കൊരു പാരലോഗ്രാമിൻ്റെ ഏരിയ എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ. അപ്പോൾ ഇത് ബേസ്, പിന്നെ ഇത് എച്ച് ആണെങ്കിൽ അല്ലേ, ഇത് ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എച്ച് ആണെങ്കിൽ നമുക്കറിയാം ബി ഇൻറ്റു എച്ച് അല്ലേ. അപ്പോൾ ബി ഇൻറ്റു എച്ച് ആണ് ഏരിയ. അപ്പോൾ ബി ഇൻറ്റു എച്ച് എന്ന് പറഞ്ഞാൽ 25 ആണ്. ഓക്കെ, ഇതിൽ നമുക്ക് ബിയും തന്നിട്ടില്ല എച്ചും തന്നിട്ടില്ല, രണ്ടും തന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം അല്ലേ. അപ്പോൾ രണ്ട് സംഖ്യകൾ തമ്മിൽ ഗുണിച്ച് കഴിഞ്ഞാൽ 25 കിട്ടണം. ഏതേ സംഖ്യ നമുക്ക് എളുപ്പമുള്ള സംഖ്യ എടുക്കാം. ഏതായിരിക്കും? 5 ഇൻറ്റു 5 25 ആണ് അല്ലേ. അതിനെ എടുക്കാൻ ഏറ്റവും എളുപ്പം. അപ്പോൾ നമുക്കൊരു പണി ചെയ്യാം, 5 ഇൻറ്റു 5 എടുക്കാം. 5 ഇൻറ്റു 5 എന്ന് പറഞ്ഞാൽ 25 ആണ് അല്ലേ. അതായത് ഇവിടെ നോക്കിയാൽ ബി എന്ന് പറഞ്ഞത് 5, എച്ച് എന്ന് പറഞ്ഞത് 5. അങ്ങനെയാണെങ്കിൽ ഏരിയ 25 കാലല്ല, കറക്റ്റ് ആണല്ലോ. അപ്പോൾ നമുക്കിവിടെ ബി കിട്ടി 5 സെന്റിമീറ്റർ, എച്ച് കിട്ടി 5 സെന്റിമീറ്റർ. ക്ലിയർ ആയി അല്ലേ. അപ്പോൾ ഇതിന്റെ രണ്ട് അളവുകൾ നമുക്ക് കിട്ടി, ബേസ് കിട്ടി, എച്ച് കിട്ടി. അപ്പോൾ ബേസ് നോക്കിയേ, ബേസ് എത്ര കിട്ടി? ബേസ് നമുക്ക് 5 സെന്റിമീറ്റർ കിട്ടി. ഇനി എച്ച് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് അല്ലേ, ഇപ്പോൾ തമ്മിലുള്ള ഡിസ്റ്റൻസ്, അതായത് ഈ ഡിസ്റ്റൻസ് എത്ര? 5 സെന്റിമീറ്റർ. ഇനി നമുക്കിത് വരയ്ക്കണമെങ്കിൽ ഒരാൾ കൂടിയും വേണം അല്ലേ. എന്താണ്? ഇതിന്റെ ഈ വശത്തിന് നീളം കൂടി കിട്ടണം. അത് നമുക്ക് തന്നിട്ടില്ല. അതിന് പകരം എന്ത് തന്നിട്ടുണ്ട്? ഇതിന്റെ പെരിമീറ്റർ തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഓക്കെ, നമുക്ക് എഴുതാം പെരിമീറ്റർ അതായത് ചുറ്റളവ് എത്രയാണ് തന്നിട്ടുള്ളത്? 24 സെന്റിമീറ്റർ ആണ് പെരിമീറ്റർ അല്ലേ. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 4 വശങ്ങളും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ പെരിമീറ്റർ അല്ലേ. നമ്മുടെ ഈ ചതുരത്തിന്റെ റെക്റ്റാങ്കിളിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ 4 വശം കൂടി കൂട്ടണം അല്ലേ. അപ്പോൾ നമുക്കറിയാം ഈ വശവും തുല്യമായിരിക്കും, ഈ വശവും തുല്യമായിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? 4 വശവും കൂടി കൂട്ടുന്നതിന് പകരം ഒരു നീളവും ഒരു വീതിയും കൂടി കൂട്ടിയിട്ട് അതിന് 2 കൊണ്ട് ഗുണിച്ചാലും മതി അല്ലേ. അപ്പോൾ നമുക്ക് പെരിമീറ്റർ 24, അതായത് 2 ഇൻറ്റു നീളം ലെങ്ത് പ്ലസ് വീതി ബ്രെഡ്ത്ത് അല്ലേ. അപ്പൊ നീളവും വീതിയും കൂടി കൂട്ടിയിട്ട് 2 കൊണ്ട് ഗുണിച്ചാൽ എത്ര കിട്ടണം? നമുക്ക് 24 കിട്ടണം. ക്ലിയർ ആയില്ലേ. അപ്പൊ അതിൽ നിന്നൊക്കെ നീളവും വീതിയും കൂടി കൂട്ടിയിട്ട് 2 കൊണ്ട് ഗുണിച്ച് 24 കിട്ടണം എന്ന് പറഞ്ഞാൽ ഒരു നീളം ഒരു വീതി എത്രയായിരിക്കും? ഇതിന്റെ പകുതി ആയിരിക്കും അല്ലേ, 12 സെന്റിമീറ്റർ അല്ലേ. അപ്പൊ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇനി അതല്ലെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് തന്നെ കണ്ടുപിടിക്കാം. എങ്ങനെ ചെയ്യാം? ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത്, അതായത് ഒരു നീളവും ഒരു വീതിയും എത്രയായിരിക്കും? 24നെ എന്ത് ചെയ്താൽ മതി? ഈ 2 ഇങ്ങോട്ട് വരുമ്പോൾ ബൈ 2 അല്ലേ, 12. അപ്പം ഇങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് അല്ലാതെ തന്നെ പെട്ടെന്ന് മനസ്സിലാവും അല്ലേ. ഇതിന്റെ പെരിമീറ്റർ 24 ഒരു നീളം ഒരു വീതിയും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ അതിന്റെ പകുതി 12 സെന്റിമീറ്റർ കിട്ടി അല്ലേ. അതായത് ഈ നീളവും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടണം? 12 സെന്റിമീറ്റർ കിട്ടണം അല്ലേ. ഇതും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 12 കിട്ടണം അല്ലേ. അപ്പൊ നോക്കിയാൽ ഇത് നമുക്കറിയാലോ 5 സെന്റിമീറ്റർ ആണെന്ന്. അങ്ങനെയാണെങ്കിൽ ഇത് എത്രയായിരിക്കും? അപ്പൊ നമുക്ക് ഈ നീളം നമുക്ക് 5 ആണെന്ന് അറിയാം അല്ലേ. 5 പ്ലസ് ഈ ബ്രെഡ്ത്ത് വീതി എത്രയാണ്? 12 അല്ലേ. അങ്ങനെയാണെങ്കിൽ ബ്രെഡ്ത്ത് എത്ര വരും? ഇതിന്റെ വീതി എത്രയായിരിക്കും? ബ്രെഡ്ത്ത് വീതി 12ൽ നിന്ന് എത്ര കുറച്ചാൽ മതി? 5 കുറയ്ക്കുക. അപ്പോൾ 7 സെന്റിമീറ്റർ. കണ്ടോ, ഇപ്പൊ നമുക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും കിട്ടി. ഇതിന്റെ ഈ നീളം കിട്ടി അല്ലേ, ഇതിന്റെ അടുത്ത സൈഡ് 7 സെന്റിമീറ്റർ ആണെന്ന് കിട്ടി, ഇവ തമ്മിലുള്ള അകലം 5 സെന്റിമീറ്റർ ആണെന്ന് കിട്ടി. അപ്പൊ നമുക്ക് ഈ അളവുകൾ നേരിട്ട് തരാതെ എന്ത് ചെയ്തു? ഇങ്ങനെ ഏരിയയും തന്നു, നമുക്ക് പെരിമീറ്റർ തന്നു. അപ്പൊ ആദ്യം നമ്മൾ ഏരിയയിൽ നിന്ന് എന്ത് കണ്ടുപിടിച്ചു? ബിയും എച്ചും നമ്മൾ ആദ്യം കണ്ടുപിടിച്ചു. പിന്നെ നമുക്ക് അടുത്ത സൈഡ് കിട്ടാൻ എന്ത് ചെയ്തു? പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇത് അല്ലെ, നീളം പ്ലസ് വീതി അല്ലെ, അതിന് 2 കൊണ്ട് ഗുണിക്കുന്നതാണ്.
അപ്പോൾ അതിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? ഇതിൻ്റെ അടുത്ത വശവും നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് എളുപ്പം വരയ്ക്കാമല്ലോ. ആദ്യം എന്ത് ചെയ്യുക? ആദ്യം 5 സെൻറ്റിമീറ്ററിൽ നമുക്ക് ആദ്യം ഈ ഒരു വശം കൂടി വരയ്ക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം നോക്കിയാൽ 5 സെൻറ്റിമീറ്ററിൽ ആദ്യത്തെ സൈഡ് ഞാൻ വരച്ചു. ഇനി എന്തായിരിക്കണം? ഇപ്പോൾ തമ്മിൽ ഡിസ്റ്റൻസ് അല്ലേ? ഇപ്പോൾ തമ്മിൽ ഡിസ്റ്റൻസ് എത്ര ആയിരിക്കണം? 5 ആയിരിക്കണം അല്ലേ? H5 ആയിരിക്കണം. അപ്പോൾ എന്ത് വേണം? ഒന്നുകിൽ നമ്മൾ പ്രൊട്രാക്ടർ ഉപയോഗിച്ച് 90 ഡിഗ്രി മാർക്ക് ചെയ്തിട്ട് 5 സെൻറ്റിമീറ്റർ വരയ്ക്കുക. അതല്ലെങ്കിൽ സെറ്റ് സ്കോർ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുക? ഒരു ലൈൻ വരയ്ക്കുക അല്ലേ? എന്തായാലും നിന്ന് 5 സെൻറ്റിമീറ്റർ നമ്മൾ മാർക്ക് ചെയ്യാം. അപ്പോൾ ഓക്കെ, ഇവിടെ നോക്കിയാൽ 5 സെൻറ്റിമീറ്റർ അല്ലേ? ഇവിടെ H ആണിത്, 5 സെൻറ്റിമീറ്റർ നമ്മൾ എടുത്തു. ഇനി നമുക്കറിയാം എന്താണ്? ഇതിന് പാരലായിട്ട് ഒരു ലൈൻ വരയ്ക്കണം അല്ലേ? അപ്പോൾ അതിലായിരിക്കും നമ്മുടെ ആര് വരാം? ഇതിന് ഓപ്പോസിറ്റുള്ള വശം വരാം അല്ലേ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഇതിന് പാരലായിട്ട് ഇവിടെ നിന്ന് ഈ പോയിന്റിലൂടെ ഒരു ലൈൻ ഇങ്ങോട്ട് നീട്ടി വരയ്ക്കാം. നോക്കിയാൽ നമുക്ക് ഇതിനാണ് പാരൽ വയ്ക്കേണ്ടത്. കൃത്യമായിട്ട് സെറ്റ് സ്കോർ നോക്കിയാൽ കൃത്യമായിട്ട് ആ ലൈനിൽ വയ്ക്കിച്ചു അല്ലേ? അപ്പോൾ കറക്റ്റായിട്ട് അതിൻ്റെ ഒപ്പം വയ്ക്കുക. അതിനുശേഷം എന്ത് ചെയ്യാം? നമ്മുടെ സ്കെയില് ഇതിനോട് ചേർത്ത് വെക്കണ്ട, ഈ സൈഡിനോട് ചേർത്ത് വെക്കുക. സ്കെയില് കൃത്യമായിട്ട് ചേർത്ത് വെക്കാം. ഓക്കെ, ഇനി എന്ത് വേണം? സ്കെയിലിനെ അമർത്തി പിടിക്കുക. ഇനി സ്കെയിൽ നീങ്ങാൻ പാടില്ല. നമുക്ക് നമ്മുടെ സെറ്റ് സ്കോറെ പതുക്കെ അങ്ങോട്ട് മുകളിലേക്ക് അങ്ങോട്ട് നീക്കി കൊടുക്കുക. കണ്ട, സ്കെയിലുമ്പോൾ മുട്ടിച്ചിട്ട് അങ്ങോട്ട് നീക്കി കൊടുക്കാം. ഇനി നമുക്ക് നോക്കി ആവശ്യമായ പോയിന്റ് കറക്റ്റായിട്ട് എത്തുമ്പോൾ എന്ത് ചെയ്യാം? അവിടെ നമ്മൾ ഇതേ സ്കെയിൽ മുട്ടിച്ചിട്ട് എന്ത് ചെയ്യാം? ഒരു ലൈൻ ഇങ്ങോട്ട് വരച്ചു കൊടുക്കുക. അപ്പോൾ വരയ്ക്കുമ്പോൾ നോക്കിയാൽ കുറച്ച് നീട്ടി വരച്ചോ, കാരണം നമുക്ക് ഇങ്ങോട്ട് നീട്ടേണ്ടി വരും അല്ലേ? കുറച്ച് ആദ്യം നീട്ടി കിടന്നോട്ടോ, ഒരു കുഴപ്പമില്ല. അല്ലെങ്കിൽ നമ്മൾ രണ്ടാമത് ഇത് നീട്ടി വരയ്ക്കേണ്ടതായിട്ട് വരും. ഓക്കെ, ഇപ്പം നോക്കിയാൽ ഇപ്പം ഇതാണ് നമ്മുടെ 5 സെൻറ്റിമീറ്റർ അല്ലേ? അതായത് ഈ H നമുക്ക് കിട്ടിയ 5 ആണ്. ഇനി ഇവിടെയായിരിക്കും നമ്മുടെ ഇതിന് ഓപ്പോസിറ്റുള്ള വശം നമുക്ക് വരാം അല്ലേ? ഇനി നമുക്ക് അതിന് നോക്കിയാൽ ഇതിൻ്റെ ഈ സൈഡ് എത്രയായിരിക്കണം? 7 സെൻറ്റിമീറ്റർ പാടുള്ളൂ അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കോമ്പസിൽ 7 സെൻറ്റിമീറ്റർ എടുത്തിട്ട് ഇവിടെ കുത്തിയിട്ട് 7 സെൻറ്റിമീറ്റർ ഇവിടെ നമ്മൾ ഈ ലൈനിനെ നമ്മളൊന്നും കട്ട് ചെയ്യാം. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഓക്കെ നോക്കിയാൽ ഞാൻ ഇവിടുന്ന് 7 സെൻറ്റിമീറ്റർ എടുത്തിട്ട് ഈ ലൈനെ കട്ട് ചെയ്തു അല്ലേ? ഇതാണ് നമ്മുടെ ഈ പോയിന്റ് കിട്ടി. ഹലോ, ഇനി ഇവ തമ്മിലോട്ട് കൂട്ടി യോജിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ വശം കിട്ടി അല്ലേ? ഇനി നമുക്ക് നോക്കിയാൽ ഈ അടുത്ത മൂല കിട്ടണം അല്ലേ? അപ്പോൾ അതിനെന്ത് ചെയ്യാം? ഞാൻ പറഞ്ഞു, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, 2 രീതിയിൽ നമുക്ക് ചെയ്യാം. ഒന്നുകിൽ എന്ത് ചെയ്യാം? ഇവിടെ നിന്ന് 5 സെൻറ്റിമീറ്റർ അല്ലേ? അപ്പോൾ നോക്കിയാൽ ഈ ലൈൻ കുറച്ചും കൂടി നമ്മൾ നീട്ടി വരയ്ക്കണം. കണ്ട, നമുക്ക് ഞാൻ വരച്ച കുറച്ച് കുറഞ്ഞു പോയി, കുറച്ചും കൂടി നീട്ടി വരയ്ക്കാം. ഇനി നമുക്ക് എന്ത് വേണം? ഒന്നുകിൽ 5 സെൻറ്റിമീറ്റർ അല്ലേ? നമ്മൾ അളവെടുത്തിട്ട് ആ 5 സെൻറ്റിമീറ്റർ ഇവിടെ നിന്ന് കൃത്യമായിട്ട് 5 സെൻറ്റിമീറ്റർ അല്ലേ നമ്മൾ പോയിന്റ് മാർക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ മൂല കിട്ടി. അതല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഈ ഡിസ്റ്റൻസ് അല്ലേ? ഇവിടെ നമ്മൾ 7 അല്ലേ എടുത്തത്? അപ്പോൾ 7 സെൻറ്റിമീറ്റർ ഇവിടെ കുത്തിയിട്ട് ഇവിടെ നമ്മൾ ഒരു ആർക്ക് വരയ്ക്കാം. മനസ്സിലായില്ല? അപ്പോൾ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഒന്നുകിൽ 5 സെൻറ്റിമീറ്റർ ഇവിടെ നിന്ന് കൃത്യമായിട്ട് മാർക്ക് ചെയ്യാം. അപ്പോൾ ഓക്കെ, ഇതൊക്കെ എനിക്കിവിടെ 5 സെൻറ്റിമീറ്റർ ഇവിടെയാണ് വരിക അല്ലേ? ഇവിടെ 5 സെൻറ്റിമീറ്റർ കൃത്യമായിട്ട് ഇവിടെയാണ് നിൽക്കുക. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പോൾ നമ്മൾ യോജിപ്പിച്ച് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ യോജിപ്പിച്ചല്ലേ? ഇപ്പം നോക്കിയാൽ ഇത് 5 സെൻറ്റിമീറ്റർ, നമ്മുടെ ഈ H 5 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇനി അടുത്ത സൈഡ് എത്രയാണ്? 7 സെൻറ്റിമീറ്റർ അല്ലേ? ഇത് 7 സെൻറ്റിമീറ്റർ. ഇനി ഇതിൻ്റെ ഏരിയ എത്രയായിരിക്കും? ഏരിയ 5 × 5 അല്ലേ? 25. ഇനി ഇതിൻ്റെ പെരിമീറ്റർ നോക്കിയാൽ 5ഉം 5ഉം 10 അല്ലേ? 10ഉം 7ഉം 17ഉം 7ഉം 24. അത് ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യം ഒന്ന് ചെയ്ത് നോക്കാം. ദി പിക്ചർ ഷോസ് ദി പാരലോഗ്രാം ഫോംഡ് ബൈ ദി ഇന്റർസെക്ഷൻ ഓഫ് 2 pairs ഓഫ് പാരലൽ ലൈൻസ്. എന്താണ് പറഞ്ഞിട്ടുള്ളത്? അതായത് ഒരു ജോഡി സമാന്തര വരകൾ അല്ലേ? പാരലൽ ലൈൻസ്, അത് കട്ട് ചെയ്യുമ്പോൾ, അത് മുറിച്ച് കിടക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പാരലോഗ്രാം സാമാന്തരികമാണ് നമുക്ക് തന്നിട്ടുള്ളത്. മനസ്സിലായല്ലോ? അപ്പോൾ ഇത് 2 പാരലൽ ലൈനുകളാണ്. അവ കട്ട് ചെയ്തിട്ടുണ്ടാകുന്ന ഒരു സാമാന്തരികമാണ് നമ്മുടെ ചിത്രത്തിലുള്ളത്. ഇനി വാട്ട് ഈസ് ദി ഏരിയ ഓഫ് ദി പാരലോഗ്രാം? അങ്ങനെയാണെങ്കിൽ ഈ സാമാന്തരികത്തിന്റെ ഏരിയ, പരപ്പളവ് എത്രയാണ്? അതുപോലെ തന്നെ ആൻഡ് ദി പെരിമീറ്റർ ചുറ്റളവും എത്രയാണ്? ഇതാണ് ചോദ്യം. അതായത് നമുക്ക് എത്രയേ ഉള്ളൂ? ഈ സാമാന്തരികത്തിന്റെ എന്ത് കണ്ടുപിടിച്ചാൽ മതി? ഏരിയ കണ്ടുപിടിച്ചാൽ മതി അല്ലേ? അതായത് ചിത്രം നോക്കി നിങ്ങൾ ആകെ കൺഫ്യൂഷൻ ആക്കണ്ട. നോക്കിയാൽ ഏരിയ ഇതിന്റെ ഏരിയ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാം? സാമാന്തരികമാണ്, നമുക്കറിയാം B × H അല്ലേ? B × H. ഓക്കെ, ഇതാണ് ഏരിയ. ഇവിടെ നോക്കിയാൽ ബേസ് അല്ലേ? നമുക്ക് ഏതെങ്കിലും ഒരു വശം കിട്ടണം ആണല്ലോ. ഇവിടെ നമുക്ക് ഒരു വശം തന്നിട്ടുണ്ടല്ലോ, 4 സെൻറ്റിമീറ്റർ അല്ലേ? അപ്പോൾ ഇത് 4. അപ്പോൾ ബേസ് നോക്കിയാൽ ബേസ് നമുക്ക് 4 സെൻറ്റിമീറ്റർ ആക്കി എടുക്കാം. ഇനി H കിട്ടണം അല്ലേ? H എന്ന് പറഞ്ഞാൽ എന്താ? ഇതിന് ഓപ്പോസിറ്റുള്ള വശവും ഇതും തമ്മിലുള്ള അകലം അല്ലേ? അതാണ് H. അപ്പോൾ നോക്കിയാൽ ഈ വശവും തമ്മിലുള്ള അകലം, ആ അകലം എന്തെങ്കിലും നമുക്കിവിടെ ഈ അറ്റത്ത് തന്നിരിക്കുന്നത് കണ്ടില്ലേ? ഈ 2 വശങ്ങളും തമ്മിലുള്ള അകലം എത്രയാണ്? 3 സെൻറ്റിമീറ്റർ. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇവ തമ്മിലുള്ള അകലം, അതായത് H നമുക്ക് തന്നിട്ടുണ്ട് 3 കുറച്ചും കൂടി നീക്കിയെടുക്കേണ്ട ആള് അല്ലേ? നമുക്ക് വേണ്ട ആൾ കുറച്ചും കൂടി നീക്കിയെടുക്കേണ്ട, അത്രയേ ഉള്ളൂ. അപ്പോൾ H നമുക്ക് കിട്ടി 3 സെൻറ്റിമീറ്റർ. ഇനി ഏരിയ കണ്ടുപിടിക്കാമല്ലോ. എന്താണ്? 4 × 3 = 12 സ്ക്വയർ സെൻറ്റിമീറ്റർ. കണ്ടോ? ഇത്രയേ ഉള്ളൂ.
ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? പെരിമീറ്റർ കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ പെരിമീറ്റർ ചുറ്റളവ്. അപ്പോൾ നമുക്കറിയാം പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ 4 വശങ്ങളും കൂടി കൂട്ടുന്നതാണ് അല്ലേ? ഓക്കെ, അപ്പോൾ ഇത് 4 ആണെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റിൽ എത്രയായിരിക്കും? 4 ആയിരിക്കും, നമുക്കറിയാം. ഇനി നമുക്ക് ഈ 2 വശങ്ങളും നീളങ്ങൾ കിട്ടണം അല്ലേ? അപ്പോൾ പെരിമീറ്റർ കണ്ടുപിടിക്കാൻ നമുക്ക് ഈ ഒരു വശം കിട്ടണം അല്ലെ? ഈ വശത്തിന്റെ നീളം കിട്ടണം. അപ്പോൾ അതിന് നമുക്ക് നോക്കിയ ഏരിയ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഏരിയ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, 12 നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലെ? അത് നമുക്ക് ഈ വശവും അതിലേക്കുള്ള എച്ചും അല്ലെ, ഇത് രണ്ടും കൂടി ഗുണിച്ച ഏരിയ ആണ് നമുക്ക് കിട്ടിയത്. ഇനി നമുക്ക് ഇതിന് പകരം എന്ത് ചെയ്യാം? ഈ വശത്തിന് പകരം ഞാൻ ഈ വശം എടുക്കുന്നു. ഇത് ഈ വശത്ത് നമുക്ക് ഇപ്പോൾ തൽക്കാലം പേര് കൊടുക്കുക, എന്നോ ബിന്നോ എക്സ് എന്നോ എന്തോ പേര്. ഇപ്പോൾ ഞാനിപ്പോൾ എക്സ് എന്ന് കൊടുത്തു വിചാരിക്കാം. എക്സ് ഈ വശം എടുത്തു, അതിലേക്കുള്ള എച്ച് അല്ലേ? അതിന്റെ എച്ച് എന്ന് പറഞ്ഞാൽ അതിന്റെ ഓപ്പോസിറ്റ് വശം. ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് എച്ച് അല്ലേ? ഇതും ഇതിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന വശവും തമ്മിലുള്ള അകലമാണ് എച്ച് അല്ലേ? അത് നമുക്ക് തന്നിട്ടുണ്ടോ? ഇങ്ങോട്ട് നോക്കിയേ, കണ്ട എന്താണ്? ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസ് നമുക്ക് തന്നിട്ടുണ്ട് 2. മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് നോക്കിയാൽ ഈ എക്സ്, അതായത് ഈ വശവും അതിന്റെ എച്ചും തമ്മിൽ ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടണം? ഏരിയ കിട്ടണം. ഏരിയ നമുക്ക് 12 ആണെന്ന് അറിയാം. ഓക്കെ ആണല്ലോ? അപ്പൊ നമുക്ക് ഏരിയ അല്ലെ, ഏരിയ കാണാൻ നമ്മൾ എക്സ് ഇൻറ്റു എച്ച്, ഇതാണ് എച്ച് 2 ഈക്വൽ ടു 12. അതിൽ നിന്ന് എക്സ് എന്തായിരിക്കും? 12/2 ഈക്വൽ ടു 6. അപ്പൊ നമുക്ക് ഇതിന്റെ നീളം കിട്ടി 6 സെന്റിമീറ്റർ. അപ്പൊ ചെയ്തു ഓർമ്മയില്ലേ? നമ്മൾ ഇതിനു മുമ്പ് ചോദ്യം ചെയ്തിട്ടുണ്ട് അല്ലേ? അതായത് ഏരിയ എപ്പോഴും തുല്യമായിരിക്കും. അപ്പൊ ഈ വശം ഇൻറ്റു എച്ച് എടുത്താലും ഈ വശം ഇൻറ്റു ഈ എച്ച് എടുത്താലും എന്തായിരിക്കും? ഏരിയ തുല്യമായിരിക്കും അല്ലേ? അപ്പൊ നമുക്ക് ആദ്യം ഏരിയ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? നമുക്ക് കണ്ടുപിടിക്കേണ്ട വശവും പിന്നെ ആ എച്ച് അല്ലേ, അതിന്റെ ഓപ്പോസിറ്റുള്ള വശവും തമ്മിലുള്ള ആ ഡിസ്റ്റൻസ് അവ തമ്മിൽ ഗുണിച്ചാലും നമുക്ക് എന്ത് കിട്ടണം? ഈ 12 തന്നെ നമുക്ക് കിട്ടണം. അതിൽ നിന്ന് നമുക്ക് എക്സ് അല്ലേ, എക്സ് നമ്മൾ ഞാനൊരു വില കൊടുത്തുന്നുള്ളൂ, പേര് കൊടുത്തുന്നുള്ളൂ. അപ്പോൾ എക്സ് നമുക്ക് കിട്ടി 6 സെന്റിമീറ്ററിന് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് പെരിമീറ്റർ കണ്ടുപിടിക്കാലോ. പെരിമീറ്റർ എന്താണ്? 2 ഇൻറ്റു നീളം പ്ലസ് വീതി അല്ലേ? അപ്പോൾ 2 ഇൻറ്റു ഇവിടെ 4 പ്ലസ് ഇതെത്ര കിട്ടി നമുക്ക്? 6 അല്ലേ? 2 ഇൻറ്റു 4 പ്ലസ് 6, അതായത് 2 ഇൻറ്റു 6 4 10, അതായത് 20 സെന്റിമീറ്റർ. ഇതാണ് പെരിമീറ്റർ. അല്ലെങ്കിൽ ഇങ്ങനെ കൂട്ടി വയ്ക്കാൻ മതി. 4ഉം 6ഉം 10ഉം 4 14, ഇതും എത്ര ആയിരിക്കും? 6 അല്ലേ? അപ്പോൾ എല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 20 സെന്റിമീറ്റർ. ഇനി നമുക്ക് 4ാമത്തെ ചോദ്യം ഒന്ന് ചെയ്ത് നോക്കാം. 2 sides of a parallelogram are 12 centimeters and 10 centimeters and the distance between the shorter sides is 6 centimeter. അല്ലെ, എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഒരു സാമാന്തരികം അതിന്റെ 2 വശങ്ങൾ നീളം നമുക്ക്. അപ്പൊ ഞാൻ നോക്കിയാൽ റഫായിട്ട് ഒരു സാമാന്തരികം വരച്ചു, അത്രയേ ഉള്ളൂ. ഇവിടെ നമുക്ക് നോക്കിയാൽ ഒരു വശം 12 സെന്റിമീറ്ററും അടുത്ത വശം 10 സെന്റിമീറ്ററും അല്ലേ? അപ്പൊ നമ്മൾ റഫായിട്ട് ഒരെണ്ണം വരച്ചു. ഇനി എന്താണ് പറഞ്ഞിട്ടുള്ളത്? ആൻഡ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ഷോർട്ടർ സൈഡ്സ്, അതായത് ഇതിന്റെ ഈ ചെറിയ വശങ്ങൾ അല്ലെ, നീളം കുറഞ്ഞ വശങ്ങൾ, അവ തമ്മിലുള്ള അകലം 6 സെന്റിമീറ്റർ ആണ് അല്ലെ? അപ്പൊ നോക്കിയാൽ ഇവിടെ നീളം കുറഞ്ഞ വശങ്ങൾ ഏതാ? ഇതും അല്ലെ, ഇതാണ് 10 സെന്റിമീറ്റർ. അപ്പൊ ഇതും 10 സെന്റിമീറ്റർ അല്ലെ? ഇതാണ് നീളം കുറഞ്ഞ വശങ്ങൾ. അപ്പൊ ഇവ തമ്മിലുള്ള അകലം എത്രയാണ്? അകലം നമുക്ക് തന്നിട്ടുണ്ട് 6 സെന്റിമീറ്റർ ആണ്. അപ്പൊ നമുക്കറിയാം ഈ 2 വശങ്ങൾ തമ്മിലുള്ള എതിർവശങ്ങൾ തമ്മിലുള്ള അകലം എന്ന് പറഞ്ഞാൽ നോക്കിയാൽ അത് പെർപെൻഡിക്കുലർ ആയിരിക്കണം അല്ലേ? അതായത് ഇപ്പൊ ഇവിടെ നിന്ന് ഇതിലേക്കുള്ള പെർപെൻഡിക്കുലർ അല്ലെ, 90 ഡിഗ്രിയിൽ വരയ്ക്കണം. അപ്പൊ ഓക്കെ, ഇതാണ് അല്ലെ ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഇത് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? ഇത് 6 സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദി ഏരിയ ഓഫ് ദി പാരലോഗ്രാം? ഈ സമാന്തരികത്തിന്റെ ഏരിയ എത്രയായിരിക്കും അല്ലെ? അപ്പൊ ആദ്യത്തെ നോക്കിയാൽ നമുക്ക് വളരെ എളുപ്പം കണ്ടുപിടിക്കാൻ പറ്റും അല്ലെ? ഏരിയ, പരപ്പളവ് എങ്ങനെ കണ്ടുപിടിക്കുക? നമുക്കറിയാം ബേസ് അല്ലേ, ബേസ് ഒരെണ്ണം നമ്മൾ ബേസ് ആക്കി എടുക്കുക. ബേസ് ഇൻറ്റു ഹൈറ്റ് അല്ലേ, ഹൈറ്റ് അല്ലേ, ബി ഇൻറ്റു എച്ച് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഇവിടെ നോക്കിയാൽ നമുക്ക് 2 വശങ്ങൾ നീളം അറിയാം, പക്ഷേ ഇതിൽ എച്ച് അല്ലേ, എച്ച് അവ തമ്മിൽ ഡിസ്റ്റൻസ് ഏതറിയുള്ളൂ? ഇത് അറിയുള്ളൂ അല്ലേ? എന്താ ഇതും തമ്മിൽ ഡിസ്റ്റൻസ് നമുക്കറിയാം 6 എന്നറിയാം. അപ്പോൾ നമുക്ക് ഇത് ബേസ് ആക്കി എടുത്തു, ഇത് എച്ച്. മനസ്സിലായില്ലേ? ഇത് നമുക്ക് എടുക്കാം, പക്ഷെ എന്താ ഇതിന്റെ എച്ച് നമുക്ക് അറിയില്ല അല്ലേ, ഇവ തമ്മിൽ ഡിസ്റ്റൻസ് അറിയില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇത് ബേസ് ആക്കി എടുക്കാം. അപ്പൊ നമുക്ക് 10 ഇൻറ്റു ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസ് 6 അല്ലെ, ഹൈറ്റ് 6. അപ്പൊ എത്ര കിട്ടി? 10 ഇൻറ്റു 6 60 സ്ക്വയർ സെന്റിമീറ്റർ. ഇതാണ് ഏരിയ. നമ്മൾ ഏരിയ കണ്ടുപിടിക്കാൻ മുമ്പ് ആദ്യം എച്ച് ഉണ്ടോ എന്ന് നോക്കണം. മനസ്സിലായില്ലേ? ബേസും എച്ചും അല്ലെ, രണ്ടും വേണം നമുക്ക്. അല്ലാണ്ട് ഇപ്പൊ ഇവിടെ കണ്ടില്ലേ, ഇവിടെ നമുക്ക് ഇത് മാത്രമേ ഉള്ളൂ, ഇതിന്റെ എച്ച് ഇല്ല. അതുകൊണ്ട് നമ്മൾ ഇത് എഴുതാൻ പാടില്ല. നമുക്ക് ഈ വശം എടുക്കാം, അതിലേക്കുള്ള എച്ച് നമുക്കറിയാം അല്ലേ?
അതുകൊണ്ടാണ് നമ്മൾ 10 ഇൻറ്റു 6 എടുത്തത്. ഇനി അത് രണ്ടാമത് എന്താണ് ചോദിച്ചിട്ടുള്ളത്? വാട്ട് ഈസ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ലോങ്ങസ്റ്റ് സൈഡ്? ഈ രണ്ട് വലിയ വശങ്ങൾ, നീളം കൂടിയ വശങ്ങൾ തമ്മിലുള്ള അകലം എത്രയായിരിക്കും? ഇവിടെയൊക്കെ ഇതുമാണ് നീളം കൂടിയ വശങ്ങൾ അല്ലേ? അപ്പോൾ ഇവ തമ്മിലുള്ള ഈ അകലം എത്രയായിരിക്കും? ഇതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ ചെയ്ത അതേ ടൈപ്പ് ചോദ്യം തന്നെ അല്ലേ? നമുക്ക് നോക്കിയാൽ ഏരിയ അറിയാം അല്ലേ? ഏരിയ അറിയാം. നമുക്ക് ഇത് ബേസ് ആക്കിയിട്ട് ഇത് ഇൻറ്റു എച്ച് എന്ന് പറഞ്ഞാലും ഇത് ഇൻറ്റു ഈ എച്ച് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഏരിയ സെയിം തന്നെ ആയിരിക്കും അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ ഏരിയ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഏരിയ എത്രയാണ് നമുക്ക് കിട്ടിയത്? 60 എന്ന് കിട്ടിയിട്ടുണ്ട് അല്ലേ? ഇനി നമുക്ക് നോക്കിയാൽ ഇതും തമ്മിൽ ഗുണിച്ചപ്പോഴാണ് 60 കിട്ടിയത്. അതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം? ഇത് ബേസ് ആക്കി എടുക്കാം. അതായത് ഈ 12 അല്ലേ? അപ്പോൾ 12 ഇൻറ്റു ഇനി ഈ എച്ച് നമുക്കറിയാം അല്ലേ? എച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ രണ്ട് വശങ്ങൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് അല്ലേ? അപ്പോൾ ഇതാണ് എച്ച് അല്ലേ? അത് നമുക്കറിയില്ല. അപ്പോൾ ഇവിടെ നമുക്ക് എച്ച്. അപ്പോൾ 12 ഇൻറ്റു എച്ച് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഏരിയ തന്നെ ആയിരിക്കും അല്ലേ? ഏരിയ നമുക്ക് കിട്ടിയിട്ടുണ്ട്, 60 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കിയാൽ 10 ഇൻറ്റു 6 എന്ന് പറഞ്ഞാൽ അതല്ലെങ്കിൽ 12 ഇൻറ്റു ഇത് അല്ലേ? ഈ ഡിസ്റ്റൻസ് ഈ എച്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏരിയ കിട്ടും അല്ലേ? അപ്പോൾ നമുക്ക് നോക്കിയാൽ ഇപ്പോൾ ഏരിയ നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട് 60. അപ്പോൾ നമ്മൾ 12 ഇൻറ്റു എച്ച് അല്ലേ? അത് 60 ആണ്. അങ്ങനെയാണെങ്കിൽ എച്ച് എന്തായിരിക്കും? 60 ഹരിക്കണം 12. അപ്പോൾ നമുക്ക് ഒറ്റയടിക്ക് ഹരിക്കാൻ പറ്റാത്തവർ എന്ത് ചെയ്യുക? ആദ്യം 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എന്നൊക്കെ 60 2 എത്ര ഉണ്ട്? 30 ഉണ്ട്. 12 6 അല്ലേ? ഇന്നൊക്കെ 30/6 എന്ന് വെച്ചാൽ എത്ര? 6 5 30 അല്ലേ? 5. അപ്പോൾ നമുക്ക് എച്ച് കിട്ടി. എച്ച് എന്ന് പറഞ്ഞാൽ ഈ എച്ച് അല്ലേ? ഈ എച്ച് എത്രയായിരിക്കും? 5 സെൻറ്റിമീറ്റർ. അതായത് നമ്മുടെ ചോദ്യം എന്താണ്? വാട്ട് ഈസ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ലോങ്ങർ സൈഡ്സ് അല്ലേ? അപ്പോൾ ഈ വലിയ വശങ്ങൾ തമ്മിലുള്ള അകലം എത്രയാണ്? 5 സെൻറ്റിമീറ്റർ. അപ്പോൾ അതേ രൂപത്തിൽ തന്നെ എഴുതി വെക്കാം. ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ലോങ്ങർ സൈഡ്സ് അല്ലേ? ഈക്വൽ ടു 5 സെൻറ്റിമീറ്റർ എന്ന് കൂടി എഴുതി വെക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഇനി നമുക്ക് റോംബസിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. അതായത് സമഭുജ സമാന്തരികം. അപ്പോൾ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം.